1979 കണ്ണൂരിലെ പാലൂരിൽ നിന്ന് ഇങ്ങോട്ട് ദുബായിലേക്ക് വരാം. കടലിൻ്റെ ഇക്കര വന്നവരെ, കൽബുകൾ വെന്ത് പൊരിഞ്ഞവരെ, ഈ വിസിറ്റ് വിസാഴ്ച നാളെ കൂട്ടാൻ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ കത്ത് മുഖേന, അന്ന് ടെലിഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആളെയൊന്നും കണ്ടില്ല. ഇവിടുത്തെ വികസനം ഷെയ്ഖ് മുഹമ്മദ് വന്നതിനോടുകൂടിയാണ് ഇവിടുത്തെ വികസനത്തിൻ്റെ കുതിപ്പുണ്ടായത്. അന്ന് ഈ ഭാരതബൈന്ന് പിന്നെ ഈ കച്ചാ സഫ എന്നാലും പറയാം. അന്ന് ഈ സഫയിലപ്പുറം വേറെ സ്ഥലമില്ല. ഈ അൽക്കൂസും കാര്യങ്ങളൊന്നും അന്നില്ല. അവിടെയൊക്കെ കച്ചയാണ്. അവിടെയൊക്കെ വെറും മരുഭൂമി. 16-ാമത്തെ വയസ്സിൽ കണ്ണൂരിൽ നിന്ന് ദുബായിലെത്തി ഒരു ക്യാൻറ്റീനിൽ ജീവിതം ആരംഭിച്ച് ഇന്ന് നിരവധി സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയായ തറാൽ സൂപ്പി ഹാജിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. 1979 കണ്ണൂരിലെ പാലൂരിൽ നിന്ന് ഇങ്ങോട്ട് ദുബായിലേക്ക് വരികയാണ്. കടവത്തൂരിൽ നിന്നല്ലേ. എന്തായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം, ദുബായിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട്? ദുബായിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്ന് ചെറുപ്രായമാണ്. ചെറിയ പ്രായത്തിലാണ് ഞാൻ വന്നത്. അപ്പം അന്ന് അങ്ങനെ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് നമ്മളെ നാട്ടിൽ ഗൾഫിൽ വരുന്ന ആളെടുത്ത് വലിയ ടേപ്പ് റിക്കാർഡും നമ്മളെ ഇന്നത്തെ ഫസീല എന്നറിയപ്പെടുന്ന ഗായികയുണ്ടല്ലോ, മരിച്ചുപോയി, അവരുടെ പാട്ടും ഒക്കെ കേട്ടിട്ട് ഇത് ഗൾഫിൽ നിന്ന് മാത്രം കിട്ടുന്നതാണെന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ എനിക്കും ഗൾഫിലെത്തണമെന്നാണ് തോന്നിയത്. അങ്ങനെ ഒരാളോട് വിസക്ക് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് വിസിറ്റ് വിസയിലാണ് വന്നത്. ഓക്കെ. ഈ ടേപ്പ് റിക്കാർഡറൊക്കെ പോലുള്ളൊരു അന്നല്ലേ മോഹിപ്പിക്കുന്ന കുറേ സാധനങ്ങളോടുള്ളൊരു ഇഷ്ടം കൂടിയാണ് ശരിക്കും ഇവിടെ എത്തിച്ചത്. തീർച്ചയായും. അന്ന് പാട്ടിനോടൊക്കെ വലിയൊരു താല്പര്യമാണ്. അതുകൊണ്ട് പാട്ടിലിങ്ങനെ പാടുമ്പോൾ ഭയങ്കര ഒരു ആവേശമാണ്. അവിടുന്ന് കടലിൻ്റെ ഇക്കര വന്നവരെ, കൽബുകൾ വെന്ത് പൊരിഞ്ഞവരെ എന്നുള്ള ഒരു പാട്ടല്ലേ, കത്തുപാട്ട്. അങ്ങനെയുള്ള കുറെ കത്തുപാട്ടുകളൊക്കെ കേട്ടിട്ട് ആ പാട്ടൊക്കെ കേട്ടതിൻ്റെ പേരിലാണ് എന്നെ ചെറുപ്രായത്തിൽ തന്നെ ഗൾഫിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാട്ട് നന്നായി പാടുന്നുണ്ട്, കേൾക്കാനുള്ള ഇൻട്രസ്റ്റ്. അതല്ല, നന്നായി പാടുമൊന്നുമില്ല, പക്ഷേ പാട്ടിൻ്റെ വരികൾ പാടുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാൻ നല്ലൊരു ഗായകനാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെ പാടാനൊന്നും അറിയില്ല. ഓക്കെ. അന്ന് ആദ്യമായിട്ട് ദുബായിലാണല്ലേ വന്നിട്ടല്ലേ? മുംബൈയിൽ നിന്ന് കയറിയിട്ട് ദുബായിൽ വന്നിട്ട്, ബോംബെയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ ഒരു ഫീൽ എന്താ? കാരണം നാടുമായിട്ട് ഭയങ്കര വ്യത്യാസമുള്ളൊരു സ്ഥലത്താണല്ലോ വന്നു ചെയ്യുന്നത്. അവിടെ ഒരു പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നിന്ന് മാറി ഇവിടെ ഒരു മരുഭൂമി പോലത്തെ ഒരു സ്പേസിൽ നല്ലൊരു ചൂട് കാലത്താണ് ഇവിടെ വന്നത്. ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ ചൂട് കാറ്റിങ്ങനെ അടിക്കുക. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് ഒരു വല്ലാത്ത നാട് തന്നെയാണിത്. അങ്ങനെ പിന്നെ അന്ന് നാട്ടുകാരൊന്നും കൂടുതലില്ല. അപ്പം എനിക്ക് എയർപോർട്ടിലെല്ലാം ഈ വിസിറ്റ് വിസ അയച്ച നാൾ കൂട്ടാൻ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ കത്ത് മുഖേന, അന്ന് ടെലിഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആളെയൊന്നും കണ്ടില്ല. പിന്നെ എനിക്ക് പരിചയത്തിൽ ഫ്ലൈറ്റിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളെ കൂടെ, അയാളെ കൂട്ടാൻ ഒരാൾ വന്നിരുന്നു. അയാളെ കൂടെ ഞാനങ്ങ് ദുബൈയിലേക്കാണ് പോയത്. അബ്രയൊക്കെ കടന്നിട്ട് അന്നൊക്കെ അബ്ര എന്നെല്ലാം പറയുമ്പോൾ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. പ്രത്യേകിച്ച് ദുബൈയിൽ വന്നപ്പോൾ തന്നെ കാണുമ്പോൾ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളും ഇത് രാത്രിയാണോ പകലാണോ എന്ന് അന്നും പിന്നെ തിരിയാറില്ല, മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിൽ അന്ന് ഈ ഇലക്ട്രിക് ഒന്നും അത്ര കൂടുതലായിട്ടില്ലല്ലോ. 1979 അപ്പോൾ ഇവിടെ ഈ ലൈറ്റൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു രാജ്യം, എന്തോ ഒരു ലോകമായിരുന്നു തോന്നി, വേറെ ലോകത്ത് എത്തിയെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ദുബൈയിലേക്കാണ് ഞാൻ പോയത്. ഓക്കെ. ഇവിടെ വന്നിട്ട് എങ്ങനെ ജോലിയുടെ ആദ്യം എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഇവിടെ നമ്മളെ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ നാട്ടിനെ പറ്റിയും ഇവിടുത്തെ ഭരണാധികാരികളെ പറ്റിയും അല്പം ഒന്ന് പറയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഓക്കെ, തീർച്ചയായിട്ടും പറയണം. ഈ നാട് എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 150-200 രാജ്യക്കാർ ജീവിക്കുന്ന ഒരു നാടാണ് അല്ലേ? അതെ, 200 രാജ്യം. അതെ. അപ്പോൾ പിന്നെ ഈ ഇത്രയും രാജ്യത്തുള്ള ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്, യാതൊരു ഭയം കൂടാണ്ട് നല്ല നിലക്ക് ജീവിച്ചു പോകുന്നുണ്ട്. അതിന് ഇവിടുത്തെ ഭരണാധികാരികളെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. എൻ്റെ അഭിപ്രായത്തിന് ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയാണ് UAE ഭരണാധികാരികൾ. ഞാൻ വരുന്ന കാലത്ത് ഇവിടെ ഭരിക്കുന്നത് ദുബായിൽ ഷെയ്ഖ് റാഷിദാണ്, അബുദാബിയിൽ ഷെയ്ഖ് സായിദാണ്. ഷെയ്ഖ് റാഷിദ് മരണപ്പെട്ടതിന് ശേഷം ഷെയ്ഖ് റാഷിദിൻ്റെ മൂത്ത മകൻ ഷെയ്ഖ് മക്തൂം റാഷിദാണ് ഇവിടെ ഭരണം നടത്തിയത്.
അദ്ദേഹം കുറഞ്ഞ കാലം ഉണ്ടായിരുന്നുള്ളൂ, ഏകദേശം എനിക്കൊന്ന് ഒരു 8 വർഷം 9 വർഷമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. എന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തോടു കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ് ഭരണത്തിലേക്ക് വരുന്നത്. ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വളരെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. ലോകത്തിൽ മൂപ്പർ പോലെ ഉള്ള ഒരു ഭരണാധികാരിനെ കാണാൻ പ്രയാസമാണ്. നമ്മൾക്ക് ഈ പറയുന്ന ഈ 200 രാജ്യക്കാർക്കും ഇവിടെ ഓരോ രാജ്യക്കാർക്കും എങ്ങനെ ജീവിക്കണോ അതിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്, അല്ലേ? അതാണ് തീർച്ചയായിട്ടും. ഇപ്പം ഞാനൊരു മുസ്ലിമാണ്, നമുക്ക് 5 നേരം പള്ളിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവരെ പള്ളിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹിന്ദുക്കൾക്ക് അവരെ അമ്പലത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിനൊക്കെ അദ്ദേഹം ഇവിടെ നിയമങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ഒരു രാജ്യക്കാർക്കും ഒരു മതക്കാർക്കും വ്യത്യസ്തമില്ലാത്ത രൂപത്തിൽ. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ലല്ലോ. ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ പറയാതെ തന്നെ. അപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികളെ നമ്മൾ ഇത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എനിക്ക് ഒന്ന് ഇവിടുത്തെ ഓരോ ഈ 200 രാജ്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അത്രയും രാജ്യത്തിലുള്ള ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ശരിക്കും ആദ്യത്തെ ഭരണാധികാരി എന്നല്ല, അല്ലെങ്കിൽ അവരെ നോക്കുമ്പോൾ ആദ്യത്തെ കാണുന്നത് ഷെയ്ഖ് മുഹമ്മദിനെയും അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദിനെയാണ് ഒക്കെ ആയിരിക്കും. അവരുടെ ഇവിടുത്തെ ഭരണാധികാരികളായിരിക്കും അവർ ഫസ്റ്റ് ആയിട്ട് ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് അവരുടെ മനസ്സിലുണ്ടാവുന്നത് എപ്പോഴും. തീർച്ചയായിട്ടും ഞാൻ വളരെ മുമ്പേ വന്നതുകൊണ്ട് എനിക്ക് ഷെയ്ഖ് റാഷിദിനൊക്കെ പിന്നെ കേട്ടിട്ടും കണ്ടിട്ടും അങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടൊക്കെ ഉള്ള പിന്നെ അറിവുണ്ട്. പക്ഷെങ്കിൽ ഈ രാജ്യക്കാരൊക്കെ ഇവിടെ എത്തുമ്പോൾ ഷെയ്ഖ് മുഹമ്മദാണ് ഇവിടുത്തെ ഭരണാധികാരി. ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ എങ്ങനെയാ മൂപ്പറ വർണ്ണിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല, പറയാൻ അറിയില്ല. അത്രയും നല്ലൊരു ഭരണാധികാരിയാണ്. അതെ അതെ, ഇവിടുത്തെ ഓരോ മനുഷ്യന്റെ മനസ്സിലും വളരെ ഉയർന്ന സ്ഥാനത്തിന് അദ്ദേഹം ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും, അതായത് ഒരു മനുഷ്യന് ഇവിടുന്ന് പിന്നെ ഇവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഏറ്റവും സുന്ദരമായി ജീവിക്കാം. ഏറ്റവും സുന്ദരമായിട്ട് നമ്മളെ നാട്ടിനെക്കാട്ടും നാട്ടിലെ വീട്ടിനെക്കാട്ടും നല്ല സ്വാതന്ത്ര്യമായിട്ട് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിനുള്ള പിന്നെ ഒരു നിയമമാണ് ഇവിടെ അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ വികസനം ഷെയ്ഖ് മുഹമ്മദ് വന്നതിനോടുകൂടിയാണ് ഇവിടുത്തെ വികസനത്തിൻ്റെ കുതിപ്പുണ്ടായത്. അതെ, ഇന്നത്തെ ദുബായ് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ലോകത്തെ കൈൻ്റെ അടിയിൽ കൊണ്ടുവരും. അതിവിടെ ഇപ്പം നടന്ന് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം വലിയ സംഭവമാണ്. നമുക്ക് അജിക്കട ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ആദ്യമായിട്ട് എങ്ങനെയായിരുന്നു ജോലിയൊക്കെ? ഞാൻ ആദ്യമായിട്ട് ജോലി എന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകമായിട്ട് ജോലിയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ 16 വയസ്സ് കഴിഞ്ഞ ഉടനെ വന്നു. 16 വയസ്സിലെത്തി. അത് പാസ്പോർട്ടൊക്കെ എടുത്തത് പല തരികിടയിൽ കൂടിയാണ്. അതെ, പല ആളുകളും അങ്ങനെയാണ്. അതെ, പിന്നെ 18 വയസ്സ് കഴിയാതെ പാസ്പോർട്ട് കിട്ടൂലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള രൂപത്തിലാണ് പാസ്പോർട്ടൊക്കെ എടുത്തത്. അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു. പിന്നെ പ്രത്യേകമായിട്ടുള്ള തൊഴിലൊന്നും അറിയില്ലായിരുന്നു. അതോടുകൂടി വിദ്യാഭ്യാസവും ഇല്ലായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, അതിൻ്റെ പേരിൽ നമുക്ക് കിട്ടുന്ന ജോലി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അന്നത്തെ എന്നോട് പറഞ്ഞ എൻ്റെ പ്രായമുള്ള 2-3 ആളുകളായിരുന്നു നമ്മുടെ നാട്ടിലുള്ള. അപ്പോൾ അവർ പറഞ്ഞു തന്നു, ഏത് ജോലിയാണോ പറയുന്നത് ആ ജോലിക്ക് അങ്ങ് പോവാം, ആ ജോലി പോയിട്ട് ജോയിൻ്റ് ആവാം എന്ന് പറയും. അങ്ങനെ പിന്നെ ഇവിടെ റാഷീദയിൽ അന്ന് ഒരു സ്റ്റീൽ മില്ല് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഒരു വലിയ കമ്പനിയാണ് സ്റ്റീൽ, മറ്റേ ഈ സ്റ്റീൽ ഉണ്ടാക്കുന്ന ഇരുമ്പുണ്ടാക്കുന്ന. അത് ഇപ്പം അതൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ അതിനകത്തൊരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ഫസ്റ്റിൽ എൻ്റെ ജോലിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ ചപ്പാത്തി ചുടാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി ചുടാൻ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ചപ്പാത്തി ചുടാൻ അറിയാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ മലപ്പുറത്തുള്ള ഒരാളായിരുന്നു ആ ക്യാൻറ്റീൻ. അതെ, അന്ന് അവർക്ക് നല്ല പ്രായമുണ്ട്, അവർക്ക് ഇപ്പം ജീവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ടപ്പോൾ അത് പപ്പടമായിട്ടാണ് മാറുന്നത്. അപ്പോൾ 10-18 സ്ഥലം ഞാൻ ജോലി ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് മോൻ പോടുക, എനിക്ക് ഏറ്റവും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ട്. അങ്ങനെ 15 ദിവസം അവിടുന്ന് ജോലി ചെയ്തിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ അവിടുന്ന് 15 ദിവസം ജോലി ചെയ്ത് 20 രൂപ വെച്ചിട്ട് അന്ന് 600 രൂപ 700 രൂപയാണ് നമുക്ക് കിട്ടുന്ന ശമ്പളം. ഹോട്ടൽ തൊഴിലാളികൾക്കും അങ്ങനെയാണ്. ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർക്കും പിന്നെ 600-700 രൂപയാണ് അന്നത്തെ സാലറി. പിന്നെ ഒരു പാക്കറ്റ് സിഗരറ്റും കിട്ടും. അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് രാത്രി ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പാക്കറ്റ് സിഗരറ്റും. അപ്പം അതന്നെ, അങ്ങനെയാണ് അന്നത്തെ ജീവിതം ഉണ്ടായിരുന്നത്. പിന്നെ എന്ത് ചെയ്തു ഈ 18 ദിവസത്തിന് ശേഷം? പിന്നെ ഞാനിങ്ങനെ വേറെ ആളെ ക്യാൻറ്റീനെല്ലാം പോയി ഹെൽപ്പറായിട്ടെല്ലാം ജോലി ചെയ്തു. നമ്മളൊരു മാമനുണ്ടായിരുന്നു. പിന്നെ ആ മാമനെ പിന്നെ അയാൾക്കും അറിയാം, മധുവാജി പാലത്തായി എന്ന് പറയും. മൂപ്പർക്കൊരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, സുഹാൻ എന്ന് പറയുന്ന സ്ഥലം. 81-82 കാലഘട്ടത്തിൽ അത് അവിടെ സുഹാനിൽ ഒരുപാട് മിലിറ്ററി ക്യാമ്പ് ഉണ്ടാക്കിയിരുന്നു ഷെയ്ഖായിട്ട്.
അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, വലിയൊരു ക്യാൻറ്റീനായിരുന്നു, ഒരുപാട് ആൾക്കാർ തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അവിടെ പോയിട്ട് ജോലി ചെയ്തു, ഹെൽപ്പറായിട്ട് എല്ലാ ജോലിയും ചെയ്യും. അപ്പോൾ അറിഞ്ഞുകൂടാന്നല്ല, അങ്ങനെയല്ല, എല്ലാ ജോലിയും വെച്ചാൽ കുക്കൊന്നുമല്ല, ഹെൽപ്പറായിട്ടുള്ള എല്ലാ ജോലികളും ചെയ്യും. യാതൊരു മടിയും കാണിച്ചില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ ക്യാൻറ്റീൻ്റെ ഫീൽഡ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതെ, ഇവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്നൊക്കെ കിട്ടി. അതെ, അപ്പോൾ അതൊരു 5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സ്വന്തം ക്യാൻറ്റീന് ഉണ്ടാക്കാനുള്ള ഒരു പ്രയത്നമായി. ഓക്കെ. ഈ 5 വർഷം കൊണ്ട് എല്ലാം പഠിച്ചു, എന്തൊക്കെയാണ് ക്യാൻറ്റീൻ നടത്തിപ്പാണ്, എങ്ങനെയാണ് എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് എല്ലാം മനസ്സിലാക്കി. അങ്ങനെ പിന്നെ 5 വർഷത്തിന് ശേഷം ഒരു ക്യാൻറ്റീന് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം നടന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇവിടെ മറ്റേ ഷെയ്ഖ് റോഡിൽ സ്ഥലം എനിക്കറിയില്ല, മറ്റേ സ്ഥലത്തിൻ്റെ പേര്, അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ആ വാട്ടർ ടാങ്ക് അവിടെ ഉണ്ട്. അതിൻ്റെ ഒരു വർക്ക് ഒരു സൈറ്റ് ക്യാൻറ്റീൻ കിട്ടി. അൽമുല്ല എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഉണ്ടാക്കിയത്. ആ കമ്പനീൻ്റെ ഉള്ളിലൊരു സൈറ്റ് ക്യാൻറ്റീൻ കിട്ടി, അത് തുറന്നു. അങ്ങനെ അവിടെ കുറച്ച് അതിപ്പോൾ അതൊരു ഏകദേശം 1 വർഷം അതിൻ്റെ വർക്ക് നടന്നു. വേറെ ആളുകളൊക്കെ വെച്ചോ? ഇല്ല, വേറെ ആളൊന്നുമില്ല, ഞാൻ തന്നെ ഒറ്റ തന്നെ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കലെല്ലാം ഒരു ഫുഡ് ഉണ്ടാക്കൽ രാത്രി ആരും ഉണ്ടാവില്ല. രാത്രി പോയിട്ട് അന്ന് ഈ ഭാരതുബൈന്ന് പിന്നെ ഈ കച്ചാ സഫ എന്നാലും പറയാം. അന്ന് ഈ സഫേനപ്പുറം വേറെ സ്ഥലമില്ല, ഈ അൽക്കൂസും കാര്യങ്ങളൊന്നും അന്നില്ല. അവിടെയൊക്കെ കച്ചയാണ്, അവിടെയൊക്കെ വെറും മരുഭൂമിയാണ്. അപ്പോൾ ഈ കച്ചാ സഫയിലേക്കുള്ള ബസ് റൂട്ടാണത്, അതിലൊക്കെ കൂടി. അപ്പം ബസ്സിൽ മാർക്കറ്റിൽ വന്ന് സാധനം മേടിച്ചിട്ട് ബസ്സിൽ സാധനം എടുത്തിട്ട് വരും. അത്ര ചെറിയ പരിപാടിയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ബസ്സിലാണ് നമ്മളെ യാത്രയൊക്കെ. അപ്പോൾ പുറത്ത് ഇന്ത്യൻ്റെ ബസ്സാണ്, ടാറ്റയുടെ. ഇവിടുത്തെ ഇന്നത്തെ മാതിരി AC ബസ്സൊന്നുമല്ല, AC ഇല്ലാത്ത ടാറ്റയുടെ ബസ്സാണ്. അപ്പോൾ ഇതിൽ രാത്രി പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും, പിന്നെ അതെല്ലാം കുക്ക് ചെയ്ത് പിന്നെ അത് സപ്ലൈ ചെയ്ത് ഫുൾ ഒരു ഒറ്റയ്ക്ക് വരും. എത്ര ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വരാന്നപ്പോൾ? ഭക്ഷണം കഴിക്കാനൊക്കെ കുറവായിരുന്നു, പക്ഷെ ചായ ഒക്കെ കുടിക്കാനായിട്ട് നല്ല ആളുകൾ. പിന്നെ നമ്മൾ ചെറിയൊരു കച്ചവടം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, ചെറിയ കാരണം തുടക്കമല്ലേ, തുടക്കമായതുകൊണ്ട് അങ്ങനെ പിന്നെ ചെറിയൊരു നിലക്കാണത് തുടങ്ങിയത്. അതിനുള്ള ചാൻസ് അവിടെ സ്കോപ്പ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിയിരുന്നു സ്വന്തമായിട്ട്. അന്നത്തെ അധ്വാനമാണ് ശരിക്കും ഇപ്പോൾ ഈ ഇരിക്കുന്ന അല്ലേ, ഇപ്പൊ ഇങ്ങനെ അല്പം സമാധാനപരമായിട്ട് ഇരിക്കുന്ന ഒരു ജീവിതത്തിൽ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നുണ്ട് ശരിക്കും? ഇപ്പൊ ചെന്ന് നിൽക്കുന്ന പറഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ പിന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ കഫ്തേരിയകളുണ്ട്, ഗ്രോസറി ഉണ്ട്, അങ്ങനെ പല സ്ഥാപനങ്ങൾ, വിവിധ ബിസിനസ്സുകളായിട്ട് മുന്നോട്ട് പോകുന്നു. അൽഹംദുലില്ലാ. ഓക്കെ. ഈ ഇത്രയും കാലത്തിനിടക്ക് ഈ ഫുഡിൻ്റെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഹോട്ടലൊക്കെ ആണല്ലോ, പലപ്പോഴും മറക്കാനാവാത്ത ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ലൈഫിലൊക്കെ. എപ്പോഴെങ്കിലും എപ്പോഴും ഓർമ്മയിൽ വരുന്ന ചില അനുഭവങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാനൊക്കെ? ഓർമ്മയിൽ വരുന്ന അനുഭവങ്ങൾ തന്നെ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നുമില്ല. നമ്മൾ നിയമം അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അത് അങ്ങനെ ക്ലിയറായിട്ട് പോയിക്കോളുമല്ലോ, അതിന് വേറൊരു എതിർപ്പുകളൊന്നും ഉണ്ടാവില്ലല്ലോ ഇവിടെ. അപ്പം അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഓർമ്മിച്ചെടുക്കാനുള്ളതൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പം എത്ര പേര് നമുക്ക് ജോലിക്കാരായിട്ടുണ്ട്? ജോലിക്കാർ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഉള്ള കട നോക്കുവാണെങ്കിൽ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. പക്ഷെ നമ്മൾ പാർട്ട്ണർഷിപ്പായിട്ടുള്ള ഒരുപാട് കടകളുണ്ട്. അതിനെല്ലാം കൂടി നോക്കുവാണെങ്കിൽ ഏകദേശം ടോട്ടൽ എല്ലാം നോക്കുവാണെങ്കിൽ ഒരു 500 പേരെ മേലെ ഉണ്ടാവും. 500 പേരെ മേലെ ഇപ്പോൾ ജോലിക്കാരായിട്ടുണ്ട്. വിവിധ രാജ്യക്കാരുണ്ട് അല്ലേ? ഇന്ത്യക്കാർ തന്നെ, മലയാളികളാണ് കൂടുതലുള്ളത്. അതിൽ ബംഗാളികളുണ്ട്, പിന്നെ നേപ്പാളികളുണ്ട്. അന്നത്തെ പഴയ കാലത്ത് ദുബായിനെ കുറിച്ച് തന്നെ വീണ്ടും പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള പല കെട്ടിടങ്ങളും ഇല്ല. ഈ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറയുക നിങ്ങൾ പിന്നെ ഒരിക്കൽ ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യയിൽ പോയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ പോയപ്പോൾ ഡൽഹിയിലായിരുന്നു മുപ്പർ പോയത്. അപ്പോൾ ആരോ കേരളത്തിലേക്ക് ക്ഷണിച്ച്. അപ്പോൾ മുപ്പർ പറഞ്ഞ മറുപടി, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരാളെ കാണിച്ചു തരും, ഇത് അബ്ദുള്ളായത്, അഹമ്മദായത്, അബൂബക്കറാന്ന് പറഞ്ഞ് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരും, അത്രയും വലിയ ബന്ധമാണ് കേരളമായിട്ട് എനിക്ക് എന്ന് പറഞ്ഞു. എന്നതുപോലെ നിങ്ങളിപ്പോൾ ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ബിൽഡിങ്ങും ഞാൻ എടുത്ത് പറഞ്ഞു തരും. ഇന്നേ കമ്പനി ഉണ്ടാക്കിയതാണ്, ഇന്നേ വർഷത്തിൽ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ എടുത്ത് പറഞ്ഞു തരും. കാരണം ഉദാഹരണത്തിന് ഷെയ്ഖ് സായിദ് റോഡിലുള്ള ഏകദേശം ബിൽഡിങ്ങുകളും അവിടെ ഞാനൊരു 6 ക്യാൻറ്റീന് ഓരോ ബിൽഡിങ്ങിൽ വെച്ച് ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കമ്പനിയുടെ പേരും എനിക്ക് എടുത്ത് പറഞ്ഞു തരാൻ പറ്റും. അന്ന് ഞാൻ ഫസ്റ്റിൽ വരുന്ന കാലത്ത് ഷെയ്ഖ് സായിദ് റോഡ് അങ്ങനെയൊന്നുമില്ല, ഒരു പിന്നെ ഒറ്റ സിംഗിൾ റോഡാ. ഇപ്പം 5 വരി പാതയൊക്കെ, അന്ന് വെറും 2 വരി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അബുദാബിയിലേക്ക് പോകുന്ന റോഡ് അത്ര അങ്ങനെ ഉണ്ടായിരുന്നു.
പിന്നെ വികസനം ഞാൻ പറയില്ല, ഷെയ്ഖ് മുഹമ്മദ് വന്നതിന് ശേഷമാണ് ഈ വികസനം കുതിച്ചു കയറിയത് ഇവിടെ. അപ്പം ഓരോ ബിൽഡിങ്ങും ഞാൻ എടുത്ത് പറഞ്ഞു, ഇന്ന ബിൽഡിങ് ഇന്ന കമ്പനി ഉണ്ടാക്കിയതാണ്, ഇന്ന ബിൽഡിങ് ഇന്ന കമ്പനി ഉണ്ടാക്കിയതാണ്, ഇത് ഇത്ര കൊല്ലത്തിൽ വന്നതാണെന്നൊക്കെ. ഇത്ര കൊല്ലം കൊണ്ടാണ് പണിതെന്ന് പറയാൻ എല്ലാത്തിലും ഒരുവിധം ബിൽഡിങ്ങിലൊക്കെ നമ്മൾ ക്യാൻറ്റീൻ നടത്തിയിട്ടുണ്ട്. അജിക്കയുടെ കുടുംബത്തെ കുറിച്ചൊക്കെ എന്താണ്? ഇവിടെ ഉണ്ടോ കുടുംബം? കുടുംബം ഞാൻ കല്യാണം കഴിച്ചതുപോലെ വൈഫ് ഇവിടെയാണ്, ദുബായിൽ തന്നെയാണ്. ഞാനിവിടെ തൊട്ടിട്ട് എൻ്റെ അപ്പാണ് താമസിക്കുന്നത്. ഞാൻ അവിടെ ഏകദേശം ഒരു 36 വർഷമായി ഒരേ വില്ലയിൽ തന്നെ താമസിക്കുന്നത്. 36 വർഷമായിട്ട് ഒരേ വീട്ടിലാണ് താമസിച്ചല്ലേ? ശരി. അപ്പോൾ ഒന്ന് വീട് മാറണമെന്നുണ്ട്. ഓക്കെ. ഇപ്പോഴാണ് മക്കളൊക്കെ പറയുന്നത്. പിന്നെ എനിക്ക് 8 മക്കളാണ്. 8 മക്കളാണ്. അതിൽ പിന്നെ 5 പെൺമക്കളും 3 ആൺമക്കളും. ഓക്കെ. എല്ലാവരും ഇവിടെ തന്നെയാണല്ലോ അല്ലേ? അവരൊക്കെ എല്ലാവരും 2 പേര് നാട്ടിലാണ്. ഒരു മോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു മോൾ ബാംഗ്ലൂർ സെറ്റിലാണ്. ഓക്കെ. ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ. എന്തൊക്കെയാണ് അവരൊക്കെ? അവർ ചെറിയ മക്കൾ 3 ആൾ സ്കൂളിൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ മോഡല്. പിന്നെ മൂത്ത മകനാണ്, അവനിപ്പോൾ പിന്നെ എല്ലാം പഠിച്ച് ഇവിടെ UK പോയി ബിരുദെല്ലാം എടുത്ത് വന്നതാണ്. അപ്പോൾ മോന് ബിസിനസ്സിൻ്റെ കാര്യം ഇടപെടുന്നുണ്ട്. പിന്നെ മൂത്ത പെൺമക്കളാണ് അവർ. പിന്നെ ഒരാൾ ഇവിടെ മൂത്ത മോൾ ഇവിടെ ഡോക്ടറാണ്, അവൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മമതാർ. സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ ഒക്കെ പറയാം. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു മുസ്ലിം ലീഗുകാരനാണ്. ഞാൻ ആര് ചോദിച്ചാലും പറയും ഞാൻ ലീഗുകാരനാണ്. അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുമാണ്. അപ്പോൾ പിന്നെ KMCCയിലൊന്നും അങ്ങനെ ബന്ധപ്പെടാറില്ല. പക്ഷെ എന്നാലും അവർ ഇങ്ങോട്ട് ബന്ധപ്പെട്ടാൽ എന്തെങ്കിലും ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാൽ എല്ലാത്തിനും സഹായിക്കും. അതുകൂടാതെ സുന്നി സെൻ്ററുമായിട്ട് ദുബായിൽ സുന്നി സെൻ്റർ ഏകദേശം ഒരു 10-30 വർഷത്തോളമായിരുന്നു. അത് ഇവിടുത്തെ കോയമ്പത്തങ്ങൾ പറയുന്ന തങ്ങളറിയാമെന്നറിയില്ല, ഒരു വലിയ മഹാനായിരുന്നു. മൂപ്പറാണ് അത് ഷംസുൽ ഉലമ വന്നപ്പോൾ സുന്നി സെൻ്റർ രൂപീകരിച്ചതും മൂപ്പറ പ്രസിഡൻ്റാക്കിയത്. മൂപ്പറാണ് അതിൻ്റെ തുടക്കം മുതൽ കുറഞ്ഞ ഒരു വർഷം മറ്റാണ് വേറൊരാൾ പ്രസിഡൻ്റായിട്ടുള്ളത്. ബാക്കി അന്ന് മുതൽ മരണം വരെ മൂപ്പർ ഞാൻ പ്രസിഡൻ്റായിട്ട്. അപ്പോൾ അന്നേരം സെൻ്ററുമായിട്ട് നല്ല സഹകരണമാണ്. എൻ്റെ മക്കളൊക്കെ പഠിച്ചത് സുന്നി സെൻ്റർ മദ്രസയിലാണ്. 98 മറ്റാണ് മൂത്ത മകള്, പിന്നെ അല്ല 88 മൂത്ത മകള് മദ്രസയിൽ ചേരുന്നത് ആണ് എൻ്റെ ഓർമ്മ. അതിന് അന്ന് മൂത്ത മകൾ തൊട്ടിട്ട് ഇപ്പം മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സെൻട്രലിലെ ആളുകളൊക്കെ കൂടി തന്നെ ഇതിൻ്റെ ഒരു ഔദ്യോഗിക ഭാരമായിട്ട് എല്ലാം കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ഇതിനെ സ്നേഹിക്കുക, ഈ സംഘടനക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സംഘടന. ഒരു പൊസിഷനിലിരിക്കലല്ല, പൊസിഷനിലിരിക്കലല്ല. എന്തൊക്കെ വേണം ഇതിന്, ഈ സെൻറ്ററിന് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ചെയ്തു കൊടുക്കുക. പുറമെ നിന്നിങ്ങനെ ചെയ്തു കൊടുക്കാനാണ് കൂടുതൽ താല്പര്യം. ഇപ്പോൾ എങ്ങനെ ഒരു ശ്രമജീവിതത്തിലേക്കൊക്കെ എത്തിയോ? നിങ്ങൾ ബിസിനസ്സൊക്കെ പരമായിട്ട് ഇപ്പോൾ ബിസിനസ്സിലൊക്കെ ഇൻവോൾവ് ആണോ? അതോ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്. പിന്നെ കൂടാതെ മകനൊക്കെ ഉണ്ട്. എൻ്റെ മകനും പെങ്ങളെ മകനും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നാട്ടിൽ ഈ പോകുന്നതൊക്കെ എങ്ങനെ? ശരിക്കും നാട്ടിലിപ്പോൾ ബന്ധങ്ങൾ, കാരണം വളരെ ചെറുപ്പത്തിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണല്ലോ 16 വയസ്സിൽ. ആദ്യകാലങ്ങളിൽ നാട്ടിൽ ഞാൻ പോക്ക് വളരെ കുറവായിരുന്നു. തുടക്കത്തിൽ അത്യാവശ്യം ഇടക്കിടക്ക് പോകും. ഞാൻ 5-6 മാസമായിട്ട് അമ്മകൾ കല്യാണമൊക്കെ ഉണ്ടായിട്ട് നാട്ടിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇൻഷാല്ലാ ഇപ്പോൾ അടുത്ത ആഴ്ച കൂടുതൽ പോവാണ് നാട്ടിൽ. അങ്ങനെ ഇപ്പം പോകുന്നുണ്ട് നാട്ടിൽ. വീടൊക്കെ വെച്ചിന് അൽഹംദുലില്ലാ. പക്ഷേ വീട്ടിൽ ആരുമില്ല താമസിക്കാൻ. എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇപ്പോൾ 2 പേര് നാട്ടിലേക്കാണല്ലോ മക്കളൊക്കെ, എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടലൊക്കെ. അത് നാട്ടിൽ പോയാൽ കൂടും. ഒരു മോള് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ അവിടെ ബാംഗ്ലൂർ ഒരു ഹോട്ടൽ പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ഫിനിഷിങ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ബാംഗ്ലൂർ ഇടക്കിടക്ക് പോകും. മകളും അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് മകളെ ഭർത്താവൊക്കെ അവിടെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ താങ്കൾക്ക് എല്ലാവിധ ആയുരാരോഗ്യവും നേരെയാണ്. അതുപോലെ ബിസിനസ്സിൽ കൂടുതൽ മുന്നോട്ടും കൂടി പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും.